ചേട്ടാ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് പുത്തൻ പരീക്ഷണവുമായി മുന്നേറുകയാണ് വിജയും ടി.വി.കെ പാർട്ടിയും. ആദ്യം മറ്റേ 3D ഹോളോഗ്രാം ഉപയോഗിച്ചായിരുന്നു പ്രചാരണം. ഇപ്പോഴിതാ റോബോട്ടുകളെയും കളത്തിലിറക്കിയിട്ടുണ്ടല്ലോ. എന്താണ് അവിടുത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ഇന്ന് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ തമിഴ്നാട്ടിൽ പുതുതായി അവതരിച്ച ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടിയും ജോസഫ് ചന്ദ്രശേഖർ വിജയ് എന്ന് പറയുന്ന അവരുടെ പുതിയ നായകനും തമിഴ്നാട്ടിൽ ഒരു പുതിയ മുഖ്യമന്ത്രിയാകുമോ, അല്ലെങ്കിൽ DMK ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളി മറികടന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ചിത്രം തമിഴ്നാട്ടിൽ ഉണ്ടാകുമോ എന്നതാണിപ്പോൾ കേരളം ഉറ്റുനോക്കുന്നുണ്ട്, ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം DMK എന്ന് പറയുന്ന രണ്ട് സഖ്യങ്ങൾക്കപ്പുറം, രണ്ട് പാർട്ടികൾക്കപ്പുറം മറ്റൊരു പ്രസ്ഥാനത്തിന് ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് കരുതിയിടത്താണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ TVK എന്ന പുതിയ പാർട്ടിയുമായി എത്തുന്നത്. അപ്പോൾ 234 മണ്ഡലങ്ങളിലേക്ക് ഇന്ന് പോളിംഗ് നടക്കുമ്പോൾ അവിടെ TVK എന്ന് പറയുന്ന ഏറ്റവും പുതിയ കക്ഷി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കുമോ എന്നതാണ് വിജയുടെ ആരാധകരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉറ്റുനോക്കുന്നത്. വിജയ് മത്സരിക്കുന്നത് 2 മണ്ഡലങ്ങളിലാണ്, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, അതോടൊപ്പം തന്നെ പെരമ്പൂർ. ഈ 2 മണ്ഡലങ്ങൾ വിലയിരുത്തിയാൽ വിജയുടെ വിജയം, ഈ TVK അധികാരത്തിലെത്തിയാൽ തന്നെ വിജയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് നരേറ്റീവ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ വിജയ്ക്ക് വിജയം അത്ര എളുപ്പമാകില്ല എന്നതാണ് ഈ 2 മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ ചിത്രം സൂചിപ്പിക്കുന്നത്. ആദ്യം പെരമ്പൂരിൽ നിന്ന് നോക്കിയാൽ, പെരമ്പൂരിൽ ഇപ്പോൾ DMKയുടെ RD ശേഖറാണ് നിയമസഭാ അംഗമായിട്ടുള്ളത്. അത് 2016 ADMK സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലം 2017 ആ ഒരു സ്ഥാനാർത്ഥി അയോഗ്യനായതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് RD ശേഖർ ആദ്യമായിട്ട് അവിടെ വിജയിക്കുന്നത്. 2019 2 വർഷങ്ങൾക്കിപ്പുറം 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഏകദേശം 10,000 വോട്ടിന് മുകളിലേക്ക് വർദ്ധിപ്പിച്ചാണ് RD ശേഖർ അവിടെ നിന്ന് വിജയിച്ചു കയറിയത്. ചെന്നൈ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചെന്നൈയുടെ അർബൻ ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് പെരൻപൂരെങ്കിലും അവിടെ വിജയുടെ സ്വാധീനം എങ്ങനെയാണ്? വിജയ് പ്രതീക്ഷയർപ്പിക്കുന്ന വിജയുടെ ആരാധക കൂട്ടം, വിജയ് വരുന്ന ഓരോ പൊതുസമ്മേളനത്തിനും എത്തുന്ന വലിയ രീതിയിലുള്ള ആരാധക കൂട്ടം, ഈ ആരാധക കൂട്ടം എങ്ങനെ വോട്ടാകുമെന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയുടെ ഭാവി എന്ന് പറയുന്നത്. അവിടെ ഒരു തരത്തിൽ വിജയുടെ രാഷ്ട്രീയ റാലികളിൽ പങ്കെടുക്കുന്ന വലിയൊരു ജനക്കൂട്ടം, ആ ഒരു ജനക്കൂട്ടം പൂർണ്ണമായിട്ടും ഏകദേശം ഒരു ഭൂരിപക്ഷവും അതിൽ യുവാക്കളാണ്. ഒരുപക്ഷെ വോട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പ്രായമാകാത്ത ആളുകളടക്കമുള്ളവരാണ് ഈ റാലികളിലൊക്കെ സജീവ സാന്നിധ്യമാകുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം, വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു സിനിമാ താരത്തിൻ്റെ അവതാരത്തിൽ എങ്ങനെയാണ് ഈ താഴേക്കിടയിലുള്ള ശക്തമായ കേഡർ സംവിധാനത്തോടെയാണ് DMK തമിഴ്നാട്ടിലുടനീളം ഏറ്റവും അധികം വേരുകളുള്ള ഒരു പ്രസ്ഥാനം DMK ആണ്. DMKയുടെ അലയൻസ് എന്ന് പറയുന്നത് ആ ഒരു SPA, സ്പെഷ്യൽ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന DMK ഉൾപ്പെടുന്ന 26 പാർട്ടികളുണ്ട്. മക്കൾ നീതി മയ്യം, അങ്ങനെ CPM, CPI, കോൺഗ്രസ്, അങ്ങനെ പലതരത്തിലുള്ള 26 പാർട്ടികൾ DMKയുടെ ഈ SPA അലയൻസിൻ്റെ ഭാഗമായിട്ട്. ഈ SPA അലയൻസിലെ 26 പാർട്ടികളുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 12ഓളം പാർട്ടികൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ DMK സീറ്റുകൾ നൽകിയത്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഒരു പുറത്തു നിന്ന് SPA അലയൻസിനെ പിന്തുണയ്ക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള കക്ഷികൾ വരെ ഇതിലുണ്ട്. അപ്പോൾ ഈ ശക്തമായ വോട്ട് ബാങ്കിനെ എങ്ങനെയാണ് വിജയ് ഒരു താരപ്രഭാവം കൊണ്ട് മറികടക്കുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതോടൊപ്പം തന്നെ പെരൻപൂരിൻ്റെ ചിത്രം എന്ന് പറയുന്നത്, പെരൻപൂർ ഒരു വ്യാവസായിക മണ്ഡലമാണ്, ചെന്നൈ നോർത്താണ്. അതോടൊപ്പം തന്നെ അവിടെ പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരൻപൂരാണ്. അപ്പോൾ അവിടെ തൊഴിലാളി വർഗത്തിന് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് സൗത്തേൺ റെയിൽവേ എംപ്ലോയീസ് സംഘം എന്ന് പറയുന്ന വലിയൊരു ഓർഗനൈസേഷനാണ്. അതൊരു തൊഴിലാളി സംഘടനയാണ്. അവർക്കൊരു യൂണിറ്റി ഭവൻ എന്ന് പറയുന്ന വലിയൊരു ആസ്ഥാന മന്ദിരമൊക്കെ പെരൻപൂരിലുണ്ട്. അപ്പോൾ ആ തൊഴിലാളി സംഘടനകൾക്ക് കൃത്യമായി വേരോട്ടമുള്ള മണ്ഡലത്തിൽ ഈ DMK ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളി മറികടന്നുകൊണ്ട് വിജയ് എങ്ങനെ അവിടെ നിന്ന് ജയിച്ചു കയറുമെന്നതാണ് പ്രധാന ചോദ്യമെന്ന് പറയുന്നത്. 2019 ഈ അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള RD ശേഖർ DMK സ്ഥാനാർത്ഥിയാണ്. അവിടെ ജയിച്ചു കയറിയത് ഏകദേശം 60 ചില്ലുവാനം വോട്ടുകൾക്കാണ്, 64,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ RD ശേഖർ വിജയിച്ചു കയറിയത്. ആ ഒരു മണ്ഡലത്തിൽ പുതുതായി എത്തുന്ന TVK എന്ന പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എങ്ങനെ അവിടെ വിജയിക്കുമെന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റാണ്. പെരൻപൂരിൽ നിന്ന് അത്ര വ്യത്യസ്തമല്ലാത്ത രാഷ്ട്രീയ ചിത്രം തന്നെയാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും ഉള്ളത്. ഏകദേശം 40% ന്യൂനപക്ഷങ്ങളുള്ള ഒരു മണ്ഡലമാണ്
ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ DMK സ്ഥാനാർത്ഥി ഡോക്ടർ ഇനിഗോ സിരുദയരാജ് എന്ന് പറയുന്ന അവിടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവ സാന്നിധ്യമായ ഒരു DMK സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ വിജയവും ഏകദേശം 50,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ 2021 എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനും അവിടെ സാമൂഹിക രംഗത്ത് കൃത്യമായ സ്വാധീനമുള്ള നേതാവാണ്. അവിടെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച ക്രിസ്തുവ നല്ലെണ്ണ ഇയക്കം എന്ന് പറയുന്ന സാമൂഹിക സംഘടന കൃത്യമായ വോട്ട് ബാങ്കുള്ള ഒരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ DMK അലയൻസിനുള്ളിലുള്ള മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ SDPIക്കും അടക്കം കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്ന് പറയുന്നത്. തിരുച്ചിറപ്പള്ളി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, തിരുച്ചിറപ്പള്ളി ജില്ലയുടെ ഭാഗമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന തിരുച്ചിറപ്പള്ളി വെസ്റ്റിൽ അവിടെ ആ ഒരു ജില്ലയിൽ തന്നെ തിരഞ്ഞെടുപ്പ് നയിക്കുന്നത് DMKയിലെ മന്ത്രിയായിട്ടുള്ള KN നെഹ്റുവാണ്. അപ്പോൾ അത്തരത്തിൽ DMKയുടെ ശക്തമായ രാഷ്ട്രീയ കോട്ടയിൽ വിജയ് എങ്ങനെ ഒരു വിജയം പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ഈ 2 മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ TVKയ്ക്കും സാധ്യതയുള്ളൂ. കാരണം 234 മണ്ഡലങ്ങളിലും വിജയ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നൊരു നരേറ്റീവിലാണ് TVK അവിടെ മത്സരിക്കുന്നത്. എങ്കിൽ പോലും ആ ഒരു DMKയും AIDMKയും ഉൾപ്പെടെയുള്ള 2 പാർട്ടികളുടെ ശക്തമായ അടിത്തറ, രാഷ്ട്രീയ അടിത്തറ, അവർക്ക് കേഡർ സംവിധാനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഓരോ മണ്ഡലങ്ങളിലും ഉദയസൂര്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും 26 പാർട്ടികളുള്ള ഒരു അലയൻസ് ആണെങ്കിലും ഇതിലേറിയ പങ്കും ഈ പാർട്ടികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഉദയസൂര്യൻ എന്ന് പറയുന്ന DMKയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ ഇവർക്കെല്ലാവർക്കും സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കരുണാനിധി ഉണ്ടായിരുന്ന കാലത്ത് ഈ മറ്റൊരു പാർട്ടി, തങ്ങളുടെ അലയൻസിലുള്ള ഒരു പാർട്ടി അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ പിന്നെ ഒരു ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന ഒരു അവസരത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിപ്പോയാൽ അയോഗ്യത ഉണ്ടാകില്ല. പക്ഷേ ഉദയസൂര്യൻ ചിഹ്നത്തിൽ DMK സ്ഥാനാർത്ഥിയായിട്ട് ഈ അലയൻസിൽപ്പെട്ട കക്ഷികൾ മത്സരിക്കുമ്പോൾ ഇവർ മറ്റൊരു മുന്നണിയിലേക്ക് പോയാലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിശ്ചയമായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടും. അതൊരു രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു കരുണാനിധിയുടെ. അതിപ്പോഴും DMK പിന്തുടർന്ന് വരുന്നുണ്ട്. അതുതന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ഈ DMK പ്രതിനിധീകരിക്കുന്ന പെരമ്പൂരിലും അതോടൊപ്പം തന്നെ ഈ DMK പ്രതിനിധീകരിക്കുന്ന തിരുച്ചിറപ്പള്ളി വെസ്റ്റിലും വിജയ് എങ്ങനെ 50,000 ഭൂരിപക്ഷത്തിന് മുകളിലുള്ള 50,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ വിജയം പിടിച്ചെടുക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ പെരൻപൂരിലെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, പെരൻപൂരിൽ മത്സരിച്ച RD ശേഖർ 2021 മത്സരിക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രബലനായ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി ആരുടെയാണെന്ന് വെച്ചാൽ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന കമൽഹാസൻ്റെ രാഷ്ട്രീയ സംഘടന. എന്നാൽ കമൽഹാസൻ നിലവിലുള്ളത് DMK ഭാഗത്തുള്ള SPA അലയൻസിലാണ്. അപ്പോൾ കമൽഹാസൻ്റെ പാർട്ടി അവിടെ സ്വരൂപിച്ച 20,000 വോട്ടുകൾ തീർച്ചയായിട്ടും DMKയ്ക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഈ RD ശേഖറിൻ്റെ 64,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,000 വോട്ട് കൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ എങ്ങനെ വിജയ് നേടിയെടുക്കുന്നു എന്നത് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളിലൊന്നും വിജയ്ക്കപ്പുറത്തേക്ക് ഏതാനും ചില മറ്റു പാർട്ടികളിൽ നടത്തിയെടുത്ത സ്ഥാനാർത്ഥികളെ ഒഴിച്ചാൽ താരപ്രഭാവമുള്ള സ്ഥാനാർത്ഥികൾ TVKയ്ക്കില്ല. അപ്പോൾ അതുകൂടി ഈ തെരഞ്ഞെടുപ്പിലൊരു ഫാക്ടറാണ്. കൃത്യമായിട്ട് വോട്ട് ബാങ്കുള്ള, കൃത്യമായിട്ട് സാമുദായിക സാംസ്കാരികമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിലൊക്കെ TVK മുന്നോട്ട് വയ്ക്കുന്ന ഈ പൊതുമുഖങ്ങൾ എങ്ങനെ വോട്ട് നേടിയെടുക്കുന്നു എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും തമിഴ്നാട് ഇന്ന് വിധിയെഴുതുകയാണ്. അതോടൊപ്പം തന്നെ പെരൻപൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയുടെ വിജയസാധ്യതകൾ കൂടി ആശ്രയിച്ചിരിക്കും TVKയുടെ മുന്നോട്ടുള്ള ഭാവി. ആ ഒരു പ്രഥമ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയധികം കോളിളക്കമുണ്ടാക്കി വലിയ ജനസഞ്ചയത്തെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വിജയ് ഈ 2 മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടാൽ TVKയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഏതായിരിക്കുമെന്ന് നമുക്കെന്തായാലും പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും തമിഴ്നാട് ഒരു പുതിയ രാഷ്ട്രീയ ചിത്രം നൽകുമോ, അതോ DMK എന്ന് പറയുന്ന കരുത്തനായ ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന DMK തന്നെ തമിഴ്നാട് ഭരിക്കുമോ എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ശരി.